വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. സദഖല്ലാഹുൽ മൗലാനൽ അസീം. إني تارك فيكم الثقلين كتاب الله وعطرتي شفيعنا رسول الله آل النبي ذريعتي وهم إليه وسيلتي وعلى أمة سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാനിപ്പോ ഒരു വാഴത്തിന് വന്നതല്ല, അതെനിക്കിപ്പോ കഴിയുമില്ല. ബഹുമാനപ്പെട്ട തങ്ങളവറുകള് എന്നെ ദ്വാരക്കാൻ വേണ്ടിയാണ് ക്ഷണിച്ചത്. അപ്പൊ നിങ്ങൾ ഇരിക്കുന്നു, ഇയാളെ ദ്വാരക്കുന്നു, ഇയാളെ തങ്ങളെ കാട്ടി വലിയ ആളാണ്. തങ്ങളെ കാട്ടി വലിയ ആളായിട്ടല്ല, തങ്ങള് എൻ്റെ അടുത്ത് കുറച്ച് സമയം ഓതിയിരുന്നു പേരമുഖർന്ന്. അപ്പൊ തങ്ങളെ ഉസ്താദാണ്. ആ നിലക്ക് ഉസ്താദിലൊന്ന് കൊണ്ടുവരാൻ ദ്വാരപ്പിക്കാം എന്നുള്ളൊരു സ്നേഹത്തില് തങ്ങളെ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് എന്നെ വന്നിട്ട് ഹോസ്പിറ്റലിൽ എന്നെ കണ്ടിട്ട് തക്കരിച്ചിട്ട് ക്ഷണിച്ചിട്ടല്ല പോയത്. അപ്പൊ ഞാൻ തീരെ വയ്യാത്ത നിലക്കാണ് സൂക്കേടുന്നത്. വലിയ സൂക്കേടാണ്, തീരെ വയ്യാത്ത. പിന്നെ മിഞ്ഞാന്നാണ് കീമിയോ നടന്നത്. ഇപ്പൊ കീമിയോ കഴിച്ചിട്ട് ഒരു 10-12 ദിവസം പിന്നെ എനിക്ക് അനങ്ങാനൊന്നും കഴിയുന്നില്ല. ഇതിപ്പോ ഇന്നലല്ല, മിഞ്ഞാന്ന് 1-ാം തീയതി ഞാൻ തങ്ങൾക്ക് ഫോൺ ചെയ്ത് എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ തങ്ങൾ കുറെ ദ്വാരുന്നു, ഞാൻ ആ സോക്കേട് തന്നെ നിങ്ങൾക്ക് ഇല്ലാതാവട്ടെ, മാറട്ടെ എന്നൊക്കെ ദ്വാരുന്നപ്പോഴും ഒരു ജിജ്ഞാസ, ഒരാസം, അങ്ങനെ കഴിയുന്നില്ല, ഒന്ന് പോവാം. അങ്ങനെ ഇത്രയും ദൂരം താഴ്ചയിട്ട് വന്നതാണ്. തങ്ങൾ പറഞ്ഞു, നമ്മളെ കുട്ടികളോട് ദ്വാരപ്പിക്കാം, ഞങ്ങളോട് ദ്വാരക്കാം, ആ സോക്കേട് മാറ്റിത്തരട്ടെ, ഏതെങ്കിലും നിലക്കെത്തണമെന്ന് പറഞ്ഞപ്പോ എങ്ങനെയോ ഇവിടെ എത്തി. അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോ ഞാൻ ഒരു നേർച്ച ചോദിച്ചു. എന്താ നേർച്ച? എന്തോ പറയാൻ കൊടുക്കാനല്ല, ഞാൻ അവിടെ പോയിട്ട് എത്തിയാല് വലിയ ക്ഷീണമൊന്നും ഇല്ലെങ്കിൽ സ്വലാത്തിനെ പറ്റിയും അഹ്ലു ബൈത്തിനെ പറ്റിയും ഒരു 10 മിനിറ്റ് സംസാരിക്കാം എന്ന് ഒരു നേർച്ച. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മാത്രം, കുറെ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് സ്വലാത്ത് കഴിഞ്ഞിട്ട് 9 മണിക്ക് പോകണം. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മാത്രം ഒരു ചെറിയ സ്വലാത്തിനെ പറ്റി. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അമലാണ്, ഒരു പ്രത്യേക നിസ്കാരം പോലെ, നോമ്പ് പോലെ അല്ല. സ്വലാത്തെല്ലാം വേണ്ടി അല്ലാഹു കൽപ്പിച്ചത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹും അല്ലാഹുവിന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലൂ എന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. സ്വലാത്തല്ല, നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ അല്ലാഹും മലക്കുകളും നിസ്കരിക്കുന്നു, നിങ്ങൾ നിസ്കരിക്കുന്നു പറഞ്ഞില്ല. നോമ്പ് പിടിക്കാൻ ഞങ്ങളോട് കൽപ്പന വന്നപ്പോ അല്ലാഹും അല്ലാഹുവിന്റെ മലക്കുകളും നോമ്പ് പിടിക്കുന്നു, നിങ്ങൾ നോമ്പ് പിടിക്കുന്നു പറഞ്ഞു. ഹജ്ജിന്റെ അടുത്ത് പറഞ്ഞില്ല, സക്കാത്തിനോട് പറഞ്ഞില്ല. പിന്നെ റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നവിടെ മാത്രം അല്ലാഹും അല്ലാഹുവിന്റെ മലക്കുകളും നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും എൻ്റെ ഹബീബായ നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലൂ. അപ്പൊ അല്ലാഹും അല്ലാഹുവിന്റെ മലക്കുകളും എടുക്കുന്ന, അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രത്യേക കൽപ്പന. സലാത്തിന്റെ മഹത്വമാണ്. സലാത്തിന്റെ മഹത്വം എത്ര ദിവസം പറഞ്ഞാലും തീരൂല. അപ്പോൾ നമുക്കിവിടെ പറയാൻ സമയമില്ല. സലാത്ത് ചൊല്ലുന്നവനിക്ക് ഒരു 10 ഗുണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ വ്യക്തമാക്കും.
സലാത്ത് ചൊല്ലുന്നവനിക്ക് ഒരു 10 ഗുണങ്ങൾ മഹാന്മാര് നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നു. കിതാബുകളിൽ കാണാം. സലാത്തുൽ മലായികത്തിൽ ജബ്ബാർ. ഒന്നാമത്തെ ഗുണം, സലാത്ത് ചൊല്ലുന്നവന്റെ മേലിൽ അല്ലാഹ് സലാത്ത് ചൊല്ലുന്നു. ഇത് സലാത്ത് ചൊല്ലുന്നവനിക്ക് കിട്ടുന്ന ഒരു ഗുണമാണ്. ഞമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സലാത്ത് ചൊല്ലുമ്പോൾ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, ഞമ്മ ഒരു സലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹ് 10 സലാത്ത് നമ്മുടെ മേലിൽ ചൊല്ലുന്ന ഹദീസ്. മൻ സല്ല അലൈഹി വാഹിദതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. ഒരു സലാത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മേലിൽ ചൊല്ലുമ്പോൾ, എന്റെ മേലിൽ ചൊല്ലുമ്പോൾ അല്ലാഹു നമ്മുടെ മേലിൽ 10 സലാത്ത് ചൊല്ലുന്നു. 10 സലാത്ത് എന്ന് പറഞ്ഞാൽ 10 ഗുണം ചെയ്യും. അപ്പൊ സലാത്തിന്റെ ഒന്നാമത്തെ ഗുണം, സലാത്തിന്റെ ഒന്നാമത്തെ ഗുണം സലാത്തുൽ മലിക്കിൽ ജബ്ബാർ. ജബ്ബാറായ അല്ലാഹു തആല അവരുടെ മേലിൽ സലാത്ത് ചൊല്ലുന്നു. റസൂലുള്ളാഹിന്റെ മേലിൽ സലാത്ത് ചൊല്ലുന്നവരുടെ പേരിൽ അല്ലാഹ് സലാത്ത് ചൊല്ലുന്നു. രണ്ടാമത്തേത് അൽ-ഇഖ്തിദാഉ ലിൽ മലായികത്തിൽ അബ്റാർ. അല്ലാഹുവിന്റെ മഹത്തുക്കളായ മലക്കുകൾക്കുള്ള അമലിനോടാണ് അവൻ തുടരുന്നത്. സലാത്ത് ചൊല്ലുന്നവൻ മലക്കുകളും സലാത്ത് ചൊല്ലുന്നു, നിങ്ങളും സലാത്ത് ചൊല്ലുന്നു പറഞ്ഞു. അപ്പൊ മലക്കുകൾക്കുള്ള പണിയാണ് സലാത്ത്. അതോട് അതിനെയാണ് നാം പിൻപറ്റുന്നത്. മൂന്നാമത്തത് ശഫാഅത്തുൻ നബിയിൽ മുഖ്താർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് കിട്ടുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടും പരലോകത്ത്. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക്. നാലാമത്തത് മുഖാലഫത്തുൽ മുനാഫിഖീന വൽ കുഫാർ. മുനാഫിഖീങ്ങളോടും കുഫാറുകളോടും കാഫിറുകളോടും അതിയത്തിലാണ് സ്വലാത്ത്. അവരെ എതിർത്തുകൊണ്ടാണ് നാം സ്വലാത്ത് ചൊല്ലുന്നത്. അഞ്ചാമത്തത് മഹ്വിൽ ഖത്തായ വൽ ഔസാർ. ദോഷങ്ങളെയും കുറ്റങ്ങളെയും സലാത്ത് ചൊല്ലലുകൊണ്ട് അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. നാം ചെയ്തു പോയ ദോഷങ്ങളെയും കുറ്റങ്ങളെയും സലാത്ത് കൊണ്ട് അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. ആറാമത്തത് തൻവീറുൽ വവാഹിരി വൽ അസ്റാർ. മനുഷ്യന്റെ അകവും പുറവും കൽബും പുറവും അല്ലാഹു തആല ശുദ്ധിയാക്കുന്നു. റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ചൊല്ലുന്നവന്. ഏഴാമത്തത് ഖളാഉൽ ഹവായിജ് വൽ ഔഫാർ. അവന്റെ മഹത്തായ എല്ലാ ഹാജത്തുകളെയും അല്ലാഹു തആല പിടികൊടുക്കുന്നു. ഖളാഉൽ ഹവായിജ് എന്ന് മാത്രം പറഞ്ഞു വെച്ചില്ല, ആവശ്യങ്ങളെ തീർത്തു കൊടുക്കുന്നതല്ല. വൽ ഔസാർ വൽ ഔഫാർ, അത്യന്താപേക്ഷിതമായ എല്ലാ അവനിക്ക് അല്ലാഹു തആല അവന്റെ ആവശ്യങ്ങളെ തീർത്തു കൊടുക്കുന്നു. സലാത്ത് ചൊല്ലുന്നവനിക്ക് റസൂലുള്ളാഹിന്റെ മേൽ എപ്പോഴും സലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. എട്ടാമത്തത് മഹാന്മാര് പറയുന്നു, എട്ടാമത്തത് അല്ലാഹുവിന്റെ മഹത്തുക്കള് പറയുന്നു, അന്നജാതു മിൻ അദാബി ദാരിൽ ബവാർ. നരകത്തിനെ തൊട്ട് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നു സലാത്ത് ചൊല്ലുന്നവന്. റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്തുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒമ്പതാമത്തത് ദുഖൂലു ദാരിർ റഹ്മത്തി വൽ ഖറാർ. അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ അവൻ കടക്കുന്നു സലാത്ത് ചൊല്ലുന്നവൻ. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇതിനേക്കാളും ഗുണം വേറെ എന്താ വേണ്ടത്? നാലാമത്തെ സലാമുൽ മലിക്കിൽ ഖഹാർ. ഖഹാറായ അല്ലാഹു തആല അവനിക്ക് സലാം പറയുന്നു. ഖഹാറിന്റെ സലാം അവനിക്ക് കിട്ടുന്നു. അല്ലാഹുവിന്റെ സ്വലാത്തു വസ്സലാം. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഇത് ഓരോന്നും എന്ന് പറയുകയാണെങ്കിൽ ഓരോ ദിവസം പറയുന്നതാണ്. പക്ഷെ ഞാനിപ്പോ ഈ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു 10 ഗുണം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് സ്വലാത്തിൻ്റെത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞിട്ട് തീർക്കാൻ കഴിയില്ല. 9 മണിക്ക് നമുക്ക് എടുത്ത് പോകണമെന്നും തങ്ങൾ പറഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് സ്വലാത്ത് ചെല്ലാനുണ്ട്. അപ്പോ അതുകൊണ്ട് കൂടുതൽ സ്വലാത്തിന്റെ മഹത്വം ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം സലാത്ത് ചൊല്ലുന്നതിന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി ഫഇന്ന സലാത്തക്കും മഅറൂദത്തുൻ അലയ്യ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മുഅ്മിനീങ്ങളെ സഹാബത്തോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം എന്നോട് സലാത്ത് ചൊല്ലണം നിങ്ങൾ അധികരിപ്പിക്കൂ.
വെള്ളിയാഴ്ച മഹത്വമുള്ള ദിവസമാണ്. ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എന്റെ പേരിൽ സലാത്തിനെ അധികരിപ്പിക്കൂ. ഫഇന്ന സലാത്തക്കും മഅറൂദത്തുൻ അലയ്യ. വെള്ളിയാഴ്ച രാപ്പകലായിട്ട് നിങ്ങൾ ചൊല്ലുന്ന സലാത്ത് അത് എന്നിലേക്ക് നേരിട്ട് കാണിക്കപ്പെടും. നമ്മൾ ഒറ്റക്ക് പരയിലിരുന്ന സ്വലാത്ത് ചൊല്ലിയാലും അതല്ല സ്വലാത്തിൽ മജ്ലിസിൽ പോയിട്ട് സ്വലാത്ത് ചൊല്ലിയാലും വെള്ളിയാഴ്ച രാപ്പകലിൽ ചൊല്ലുന്ന സ്വലാത്ത് റസൂലുള്ളാഹിക്ക് നേരിട്ട് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നു. മറ്റുള്ള ദിവസത്തിൽ അങ്ങനെയല്ല. നാം ചൊല്ലുന്ന സ്വലാത്ത് മലക്കുകൾ റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയും പകലും ഒക്കെ ചൊല്ലുന്ന സ്വലാത്ത് ഡയറക്റ്റ് ആയിട്ട് അല്ലാഹു തആല മജ്ലിസിൽ റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കുന്നു. നമ്മളെ മജ്ലിസിൽ അല്ലാഹു തആല കൂട്ടത്തിൽ പെടുത്തി തരുമാറാവട്ടെ. അപ്പൊ നാം വെള്ളിയാഴ്ച രാത്രിയോ പകലിലോ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, നിങ്ങൾ നിസ്കരിച്ച വായിരുന്നിട്ട് പൊരയിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു. അതല്ല സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നിട്ട് ചൊല്ലുന്നുണ്ടെങ്കിലും കാണിച്ചു കൊടുക്കുന്നു. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, സഹാബത്ത് ചോദിച്ചു, കൈഫ തുറദു അലൈക സലാത്തുനാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയെ തങ്ങൾ ഞങ്ങൾ ചൊല്ലുന്ന സലാത്തിൽ എന്താ തങ്ങൾക്ക് കാണിച്ചു തരുന്നത്? തങ്ങൾ എങ്ങനെ കാണുന്നു? ഇൻ ബലൈത അൻത അറംത ഔ ബലീത. അങ്ങനെ ഹദീസിൽ രണ്ട് അറംതാന്നും ബലീതാന്നും ഉണ്ട്. തങ്ങള് മരിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ദുരുമ്പിപ്പോയാല് പിന്നെ എങ്ങനെ തങ്ങൾക്ക് അല്ലാഹു തആല കാണിച്ചു എങ്ങനെ കാണാൻ പറ്റും? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ മലക്കുകളോട് പറയുന്നു, ഇന്നല്ലാഹ റമഅൽ അർദി അജ്സാദൽ അംബിയാ. സഹാബാക്കളെ, ബഹുമാനപ്പെട്ട അംബിയാക്കളുടെ ശരീരം അല്ലാഹു തആല ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു. എത്ര കാലം കഴിഞ്ഞാലും അംബിയാ മുർസലീങ്ങളെ മണ്ണ് തൊടൂല എന്ന് മഹാനായ റസൂലുള്ളാഹി പറയുന്നു. ഇപ്പൊ വെള്ളിയാഴ്ച രാപ്പകലിൽ ചൊല്ലുന്ന സലാത്ത് സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രത്യേകിച്ച് റസൂലുള്ളാഹിക്ക് നമ്മളെ കാണിച്ചു കൊടുക്കുന്ന ആ സലാത്ത് ചൊല്ലുന്ന അവസരത്തിൽ അല്ലാഹു ആ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും തരട്ടെ. പ്രത്യേകിച്ച് അത് ഒരു സാദാത്തിന്റെ പേരിലായാലും, സാദാത്തീങ്ങൾ എന്ന് പറഞ്ഞ സാദാത്ത് തങ്ങളെ പേര് മാത്രമല്ല ഞാൻ പറഞ്ഞത്, സാദാത്തീങ്ങളെ പേരിലായാൽ തങ്ങന്മാരെ പേരിൽ അവര് കീഴിൽ ആ സ്വലാത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ബഹുമാനം കൂടുതലുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ നേരിട്ടുള്ള രക്തമാണ് ബഹുമാനപ്പെട്ട തങ്ങന്മാര്, അഹ്ലു ബൈത്ത്. അഹ്ലു ബൈത്ത് റളിയല്ലാഹു അൻഹും അവരെ മേലിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ നമ്മളെ നിസ്കാരം തന്നെ സഹിയല്ല. നമ്മൾ ഏത് നിസ്കാരം സഹിയാവണമെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ ആലിന്റെ മേലിൽ സ്വലാത്ത് ചെല്ലണമെന്നും അത് ഫർളാണെന്നും മാത്രമല്ല അല്ലാതെയും അഭിപ്രായം ഉണ്ട്. അപ്പൊ തങ്ങന്മാരെ മേലിൽ എല്ലാ നിസ്കാരത്തിലും സ്വലാത്ത് കൂടി പറയണം. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട തങ്ങന്മാരെ, മഹാന്മാരായ തങ്ങന്മാരെ സ്നേഹിക്കാതെ നമുക്ക് ഒരു നിവൃത്തിയുമില്ല. അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്. റസൂലുള്ളാഹി പറയുന്നു, എന്റെ കുടുംബം, എന്റെ അഹ്ലു ബൈത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. നൂഹ് നബിയുടെ കപ്പലിൽ ആര് കയറിയോ അവർ രക്ഷപ്പെട്ടു, അല്ലാത്തവർ മുങ്ങിച്ചത്തു. അതുപോലെയാണ് എന്റെ കുടുംബം. അഹ്ലു ബൈത്തി കസഫീനത്തി റസൂലില്ലാഹ് കസഫീനത്തി നൂഹ്. നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എനിക്കിപ്പോ കുറെ മുപ്പരിക്കില്ലൂർ അമീദ് ഫൈസി പറഞ്ഞ പോലെയല്ല. ഇപ്പൊ ഞാനൊരു 1 കൊല്ലം 1.5 കൊല്ലത്തോളമായി സൗക്കേട്ടില്. ഇപ്പൊ കിതാബ് നോക്കാനുമില്ല, ചൊല്ലിക്കൊടുക്കാനുമില്ല, വാഴ്ന്ന് പറയാനുമില്ല, മറവിയും ജാസ്തി. അല്ലാഹു തആല നാഫിയായ ഇൽമു നമുക്ക് ഏറ്റി തരട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പൊ സ്വലാത്തിനെ അധികരിപ്പിക്കുക. പ്രത്യേകിച്ചും തങ്ങന്മാരെ, അഹ്ലു ബൈത്തിന്റെ ആ നേതൃത്വത്തിലുള്ള സലാത്താവുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. അവർ അഹ്ലു ബൈത്താണ്, റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളാണ്. അവരെ സ്നേഹിച്ചാൽ നമുക്ക് കിട്ടുന്ന മഹത്വം എത്രയോ ഉണ്ട്. ഞാൻ കുറെ എഴുതി കൊടുക്കുന്നു, പക്ഷെ ഇവിടെ പറയാൻ സമയമില്ല. قال علي العربي رضي الله عنه في رؤية الأعلام. رؤية الأعلام എന്നൊരു കിതാബുണ്ട്.
ആ കിതാബ് ആരതാ? ഹലബി ഇമാമിന്റെ സീറത്തുൽ ഹലബിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുത്തലിമികൾ ഉസ്താദുമാരല്ലോ. ആ ഹലബിന്റെ മുസന്നിഫാണ് ബഹുമാനപ്പെട്ടവർ. അദ്ദേഹം കുറെ ചരിത്രം തങ്ങന്മാരെ ബഹുമാനിച്ചവർ കിട്ടുന്ന ചരിത്രമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ സഹോദരിമാരും സഹോദരന്മാരും ഉള്ളത് കൊണ്ട് ഒരു ചരിത്രം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു ഇസ്ഹാഖ് ഇബ്നു മിസ്അബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബഗ്ദാദിന്റെ രാജാവായിരുന്നു. മഹാനവരുകൾ പറയുന്നു, രാജാവ് എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ രാജാക്കന്മാരെ പോലത്തല്ല, അള്ളാഹുവിന്റെ പേടിയുള്ളവർ, അള്ളാഹിന്റെ മഹത്തുക്കളായ അവലിയാക്കൾ. ഇബ്രാഹിം ഇബ്നു മിസ്അബ് റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ഇബ്നു ഇസ്ഹാഖ് ഇബ്നു മിസ്അബ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിന്റെ രാജാവായിരുന്ന കാലത്ത് അദ്ദേഹം പറയുകയാണ് ചരിത്രം. ഒരു ദിവസം രാത്രി റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. ആർക്ക്? ഈ രാജാവ്. എങ്ങനെയാ കാണുന്നത്? റസൂലുള്ള സ്വപ്നത്തിൽ എന്നോട് പറയുന്നു, നിങ്ങളെ ജയിലിൽ നാളെ ശിക്ഷക്ക് വിധിച്ച, നാളെ തൂക്കിക്കേറ്റാൻ വിധിച്ച ഒരാളുണ്ട്, അയാളെ തൂക്കിക്കൊല്ലാൻ പാടില്ല, വെറുതെ വിടണം എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. ആരോട്? രാജാവിനോട്. അദ്ദേഹം അത്ഭുതപ്പെട്ടു. സ്വപ്നത്തിലാണ്. എന്താ ഒരു സ്വപ്നം പറയും? പിന്നെയും കിടന്നുറങ്ങി. ഉറക്കം പിടിച്ചപ്പോ രണ്ടാമതും ഇതേ സ്വപ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രാജാവേ, നിങ്ങളെ ജയിലിൽ നാളെ ഉച്ചക്ക് തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ച ഒരാളുണ്ട്, അയാൾ രാവിലെ വിട്ടോളം, അയാൾ തൂക്കിക്കൊല്ലാൻ പാടില്ല. അങ്ങനെ സുബഹി നമസ്കരിച്ച ഉടനെ രാജാവ് ഇബ്രാഹിം ഇബ്നു മിസ്അബ് രാജാവ് സുബഹി നമസ്കരിച്ച ഉടനെ ജയിലരെ വിളിക്കുന്നു. ജയിൽ സൂപ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇന്നാരെങ്കിലും കൊലക്കൊടുക്കാറുണ്ടോ, തൂക്കാൻ വിധിച്ചിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ശരി, ഒരാൾ ഇന്ന് തൂക്കാറുണ്ട്, തൂക്കിക്കൊല്ലാറുണ്ട്. അയാളൊരു കൊലയാളിയാണ്, കൊല ചെയ്തതാണ് അയാളെ കുറ്റം, അതുകൊണ്ട് കാതി വിധിച്ചിട്ടുണ്ട് അയാളെ തൂക്കിക്കൊല്ലാൻ. എന്നാ അയാൾ ഉടനെ എന്റെ മുമ്പിലേക്ക് ഹാജരാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കൊല്ലാൻ പോകുന്ന ആ ജയിൽ പുള്ളിയെ രാജാവിന്റെ മുന്നിലേക്ക് ഹാജരാക്കി. രാജാവ് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ ജയിലിലെത്തിയത്? എന്തു കുറ്റം ചെയ്തു നിങ്ങൾ? ആ സമയത്ത് അയാൾ പറയുന്നു, ഇബ്രാഹിം ഇബ്നു ഇസ്ഹാഖ് ഇബ്നു മിസ്അബ് റളിയല്ലാഹു അൻഹു അയാൾ പറയുന്നു, ഞാൻ ചെയ്ത കുറ്റം, ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്. ഞാൻ കത്തി കൊണ്ട് കുത്തിക്കേറിയപ്പോൾ എന്റെ കത്തിയോടുകൂടിയാണ് എന്നെ പോലീസ് കണ്ടിട്ട് പിടിച്ചോണ്ട് വന്ന് ജയിലിലാക്കിയത്. അത് ഞാൻ കൊന്നതിനാണ് എന്നെ കൊല്ലാൻ വേണ്ടി ഖാദിയാർ വിധിച്ചത്. പക്ഷേ ഞാൻ വെറുതെ കൊന്നതല്ല, ഞാനൊരു തെറ്റായ പ്രവൃത്തി ചെയ്തതല്ല. അയാൾ പറയുന്നു, ഞാൻ ഒരു തമ്മാടിയായ മനുഷ്യരാണ്. എന്നെ പോലത്തെ കുറെ ആൾക്കാർ തമ്മാടിമാരുണ്ട്, കാണുന്ന പെണ്ണുങ്ങളൊക്കെ പിടിച്ച് വ്യഭിചരിക്കുന്നവർ. അതുപോലെ ഞാനൊരു തമ്മാടിയാണ്. എന്റെ ഒരു സുഹൃത്തും ഞാനും ഞങ്ങളെ പണി ഇത് തന്നെയാണ്. ഏതെങ്കിലും പെണ്ണുങ്ങളെ, കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ പിടിച്ച് ബലാത്സംഗം ചെയ്യും. അങ്ങനെ ഞങ്ങളൊരു വൈകുന്നേരം നടന്നു പോകുമ്പോൾ, ഞാനും എന്റെ ഒരു സുഹൃത്തും വൈകുന്നേരം ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാൻ വളരെ സുന്ദരിയായ ഒരു പെണ്ണ്, കാണാൻ വളരെ സുന്ദരിയായ ഒരു പെണ്ണ് ഞങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ എത്തി. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരുപോലത്തെ പെണ്ണുപിടിയന്മാരാണ്, തപാടികളാണ്. ഞാൻ കണ്ടപ്പോ ഞാൻ കുസ്തിയായി. അവളെ ഞങ്ങൾ പിടിച്ചു, ബലമായി പിടിച്ചു. എന്നിട്ട് റോഡിന്റെ ഒരു സൈഡിലേക്ക്, കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആദ്യം ഞാൻ അവളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി മറിച്ചിട്ടപ്പോൾ അവളെ എന്റെ മുഖം നോക്കി പറയുന്നു, സഹോദരാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ്, ഞാൻ അഹ്ലു ബൈത്തിൽപ്പെട്ടവളാണ്, അതുകൊണ്ട് എന്നെ അപമാനിക്കല്ലേ, എന്നെ തുടരുത്, ഞാൻ റസൂലുള്ളാഹിന്റെ പുള്ളിയാണ്, കുടുംബത്തിൽപ്പെട്ടവളാണ്, എന്നെ തൊടാൻ പാടില്ല, എന്നെ അപമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ പേരെ കുട്ടി തുടങ്ങുമ്പോൾ ഞാൻ പേടിച്ചിട്ട് വന്നിട്ട് ഞാൻ ഈ പണിക്ക് പോകുന്നില്ല. എന്റെ സുഹൃത്തുണ്ടല്ലോ, ഓൻ എന്നെ പറയാൻ തുടങ്ങി, നീ എന്താടാ ഇത്ര നല്ല പെണ്ണിനെ നമുക്ക് ഇതിനെ കിട്ടിയിരുന്ന വെറുതെ പോകുന്നത്, എന്ത് പിരാന്തര നീ,
ഞാൻ പോകുന്നു പറഞ്ഞിട്ട് അവൻ പോയിട്ട് അവന്റെ അവിടെ ബലാത്സംഗം ചെയ്യാതെ ഉറപ്പിച്ചു, പിടിച്ചു വലിച്ചു മറിച്ചിട്ടു. ഞാൻ പറഞ്ഞു, ഇതാ അത് തങ്ങന്മാരിൽപ്പെട്ടവളാണ് ആ പെണ്ണ്, അഹ്ലുബൈത്തിൽപ്പെട്ടവളാണ് തുടരേണ്ടത് പറയുമ്പോൾ അവനേതായാലും വ്യഭിചരിക്കാൻ തന്നെ നോക്കി. ഞാൻ അവസാനം അവനെ കത്തി കൊണ്ട് കുത്തി. അവൻ അതിൽ നിന്ന് മുതിർന്നില്ലാതെ കണ്ടപ്പോൾ, വേർപ്പെടുത്തില്ലാതെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് കത്തിയില്ല, കുത്തന്റെ വന്ന് അവരെ കൊല്ലേണ്ടി വന്നു. അങ്ങനെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിലുള്ള ഒരു പെണ്ണിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവനെ കത്തി കൊണ്ട് കുത്തിക്കീറിയതാണ്. അപ്പോൾ തന്നെ പോലീസ് കണ്ടു, ഞങ്ങളെ പിടിച്ചോണ്ട് പോയിട്ട് എന്നെ കൊണ്ടുപോയി ജയിലിലിട്ടു. അപ്പൊ എനിക്ക് ഇന്നാണ് ശിക്ഷ, ഇന്നാണ് എന്നെ തൂക്കിൽ ഏറ്റാൻ വേണ്ടി വിധിച്ചത്. അപ്പോഴാണ് ഇബ്രാഹിം പറയുന്നത്, എന്നാല് നിങ്ങൾ പോയിക്കോ, അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലുബൈത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചതിന് വേണ്ടി നിങ്ങളെ കൊല്ലുന്നില്ല, വെറുതെ വിട്ടു. നോക്കൂ നിങ്ങൾ, ഇതുപോലത്തെ കുറെ ചരിത്രമുണ്ട്. തങ്ങന്മാരെ ബഹുമാനിക്കുന്നവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന മഹത്വം എനിക്ക് പറയാൻ സമയമില്ല. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വരെ ആലുൻ നബി ദരിയതി വഹുമു ഇലൈഹി വസീലതി അർജൂ ബിഹി യുതാദൻ ബിയദിൽ യമീൻ സഹീഫതി. ഷാഫി ഇമാം പാടിയതാണ്. എന്താ ഇമാം ഷാഫി ആരാണ്? ഷാഫി റളിയല്ലാഹു അൻഹു നമ്മളെ മദ്ഹബിന്റെ ഇമാമാണ്. ഷാഫി റളിയല്ലാഹു അൻഹു അഹ്ലുബൈത്തിൽ പെട്ട ആളാണ്. ഷാഫി റളിയല്ലാഹു അൻഹു വല്ല സൂക്കേട് പിടിപെട്ടാൽ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയുടെ അടുത്തേക്കാണ് ദ്വാരപ്പിക്കാൻ വേണ്ടി അയക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സൂക്കേടാണ്, ദ്വാരക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയുടെ അടുത്തേക്ക് ദ്വാരപ്പിക്കാൻ പറഞ്ഞേക്കും. അത് സാധാരണ അവിടുന്ന് ദ്വാരക്കും നഫീസത്തുൽ മിസ്രി ആളയച്ചാൽ അതും ഷാഫി ഇമാമിന്റെ സൂക്കേട് മാറുകയും ചെയ്യും. ഇത് അവസാനത്തെ സൂക്കേട് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ സൂക്കേട് മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് അപ്പോഴും പറഞ്ഞയച്ചു ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ദ്വാരക്കാൻ വേണ്ടി. ബഹുമാനപ്പെട്ട അഹ്ലുബൈത്തിൽപ്പെട്ട നഫീസത്തുൽ മിസ്രിയുടെ അടുത്തേക്ക് ആളയച്ചു. ഷാഫി ഇമാനു സുഖമില്ല, ദ്വാരക്കണം. അയാൾ സാധാരണ പോയിട്ട് പറയും പോലെ പറഞ്ഞു, അന്ന് ബീഗൂണത്തിനോതും തേട്ടമിൻ പകരത്തെ അഹദവൻ നീ താരവർക്ക് കാറ്റിടണ്ടുത്തേ. അന്ന് പോയിട്ട് പറയുമ്പോ ബഹുമാനപ്പെട്ട നഫീസത്തുൽ അന്ന് ദ്വാരത്തിന് രോഗം മാറാൻ വേണ്ടിയല്ല, പടച്ചവൻ അവന്റെ ലിഖാല് മഹാനവറുകൾക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്നാണ് അന്നത്തെ ദുആ. അദ്വാരപ്പിക്കാൻ പറഞ്ഞയച്ചാൽ ഷാഫി ഇമാം അടുത്തേക്ക് വന്നപ്പോ ഷാഫി ഇമാം ചോദിച്ചു, ദ്വാരക്കാൻ പറഞ്ഞു ദ്വാരന്ത് അള്ളാഹിന്റെ ലിഖാല് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ദ്വാരന്നു. അപ്പൊ ഷാഫി ഇമാം പറഞ്ഞു, എന്നാൽ ഇതെന്റെ അവസാനത്തെ സൂക്കേടാണ്, എന്നെ ഈ സൂക്കേടിൽ ഞാൻ മരിക്കും. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഷാഫി ഇമാമ് ഒരു തങ്ങ മാത്രമല്ല, എത്ര വലിയ മഹാനാണ് ഷാഫി ഇമാമ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാഫി ഇമാമിനെ പറ്റി പറഞ്ഞത്, ഭൂമി മുഴുവനും ഇൽമു കൊണ്ട് നിറക്കുന്ന ഒരു മഹാൻ, ആലിമു ഖുറൈശ് യംലഉ തിബാഖുൽ അർളി ഇൽമാ. എന്റെ കുടുംബത്തിൽ ഭൂമിയെ മുഴുവനും ഇൽമു കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതൻ വരും. ആ പറഞ്ഞത് ഷാഫി ഇമാമിനെ പറ്റി എന്ന അഭിപ്രായം. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി സൂക്കേട് പിടിച്ചാൽ നഫീസത്തുൽ മിസ്രിന്റെ അടുത്തേക്ക്, അഹ്ലുബൈത്തിന്റെ അടുത്തേക്ക്, ഷാഫി ഇമാമും തങ്ങളാണ്, അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ്. ഷാഫി ഇമാം ഒരു അഹ്ലുബൈത്ത് മാത്രമല്ല, ഇത്രയും വലിയ പണ്ഡിതരാണ്, നമ്മളെ മദ്ഹബിന്റെ ഇമാമാണ്. ആ ഷാഫി ഇമാമിന്റെ അവസ്ഥ എന്താണ് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ? അവർ എത്ര വരെ പേടിച്ചു അല്ലാഹുവിനെ. ഷാഫി ഇമാം ഒരു ദിവസത്തിൽ ഒരു ഖത്ം ഓതി തീർക്കുന്ന, എല്ലാ ദിവസവും റമദാനായി കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ 2 ഖത്ം. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു, ആലിമു ഖുറൈശ് യംലഉ തിബാഖുൽ അർളി ഇൽമാ എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ആ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അവസാനം മരണമാസന്നമായപ്പോൾ, ഈ നഫീസത്തുൽ മിസ്രിയുടെ ദുആ കഴിഞ്ഞിട്ടൊക്കെ വന്നു, പിന്നെ മരണമാസന്നമായപ്പോൾ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഒരു ദിവസം ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു, മുസ്നി ഇമാം റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്, കാണാൻ വേണ്ടി വന്നു ഉസ്താദിന്.
എന്നിട്ട് ഷാഫി ഇമാമിനെ കണ്ണു പൂട്ടിക്കൊണ്ട് കിടക്കുകയാണ്, കണ്ണ് ചെമ്പിട്ട്. വളരെയധികം കടുപ്പപ്പെട്ട സൂക്കേട്, മരണശയ്യാണ്. മുസ്ലിം ഇമാം അടുത്ത് വന്ന് നിൽക്കുമ്പോ കാലിന്റെ ഒച്ച കേട്ടിട്ട് ഷാഫി ഇമാം എല്ലാം കണ്ണുവീച്ച് നോക്കുമ്പോ തന്റെ ശിഷ്യനായ മുസ്ലിമാണ്. മുസ്ലിം ഇമാം ഉസ്താദിനിക്ക് സലാം പറഞ്ഞു സുഖമില്ലാതെ കിടക്കുന്ന ഷാഫി ഇമാമിനിക്ക്. ഇമാമുന ഷാഫി മുഖം നോക്കിക്കൊണ്ട് മുസ്ലിം ഇമാമിനിക്ക് സലാം അടക്കുന്നു. ആ സമയത്ത് ഇമാം മുസ്ലിം ചോദിക്കുന്നു, കൈഫ ബിക്കും, ഉസ്താദെ എങ്ങനെയുണ്ട് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് മറുപടി പറയാതെ കണ്ണിന്നിങ്ങനെ കണ്ണീർ ഒലിപ്പിക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി പറഞ്ഞ മറുപടി, അസ്ബഹ്തു മിനദ് ദുനിയാ റാഹിലാ, അസ്ബഹ്തു മിനദ് ദുനിയാ റാഹിലാ, ഞാൻ ദുനിയാവിൽ നിന്ന് യാത്ര പിരിയാനടുത്തായി മോനെ. എന്റെ അവസ്ഥ എന്ത് പറയാനാണ്, ഞാൻ ദുനിയാവിൽ നിന്ന് യാത്ര പിരിയാനടുത്തായി. എന്റെ ചങ്ങാതിമാരെ ഞാൻ വിട്ടുപിരിയാനടുത്തായി. ഞാൻ ചെയ്ത പിടക്കത്തരത്തിലെല്ലാം ഞാൻ കണ്ടെത്തിക്കേണ്ട ദിവസം അടുത്തായി മോനെ. ആരായി പറയുന്നത്? നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ലോകം മുഴുവനും എൽമ കൊണ്ട് നിറച്ച പണ്ഡിതൻ ഷാഫി ഇമാം പറയുന്നു, അസ്ബഹ്തു മിനദ് ദുനിയാ റാഹില, ഞാൻ ദുനിയാവിനോട് യാത്ര പിരിയാനടുത്തായി മോനെ. എന്റെ ചങ്ങാതിമാരെല്ലാം എന്നെ വിട്ടുപിരിയാനടുത്തായി, ചങ്ങാതിമാരെ ഞാൻ വിട്ടുപിരിയാനടുത്തായി. മാത്രമല്ല ഞാൻ ചെയ്ത കുറ്റങ്ങളെ ഞാൻ കണ്ടെത്തിക്കാനുള്ള സമയമായി മോനെ എന്ന് പറഞ്ഞുകൊണ്ട് താലമനി റബ്ബി ഫലമ്മാ തറന്തുഹു ബിഅഫ്വിക റബ്ബി കാന അഫൂക ലമാ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചെല്ല പദ്യം. ഇതൊന്നും എനിക്കിപ്പോ പറയാനിവിടെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അതൊന്നും കുറെ പറയാൻ ദീർഘിപ്പിച്ച പിന്നെ തങ്ങൾക്കും ചൊടി വരും. 9 മണിക്ക് സലാത്ത് കഴിഞ്ഞിട്ട് പോകണം. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഷാഫി ഇമാം വരെ ദ്വാരകപ്പെടുമ്പോ അഹ്ലു ബൈത്തിന്റെ അടുത്ത് കാണാൻ പറഞ്ഞയച്ചു പ്രാരംഭിക്കാൻ. നമുക്ക് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, തങ്ങന്മാരാണ് ഏറ്റവും വലിയ ബഹുമാനിക്കട്ടെ. അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറയുന്നു, നിങ്ങള് അല്ലാഹു നബിയോട് കൽപ്പിക്കുന്ന നബിയെ, മുഅ്മിനീങ്ങളോട് തങ്ങൾ പറയണം, ഞാൻ നിങ്ങളോട് ഒരു കൂലിയും വാങ്ങുന്നില്ല. ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ എത്തിച്ചു തന്നതെന്ന് ഞാൻ നിങ്ങളിൽ നിന്നിട്ട് കൂലി ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ ഉടപ്പുറപ്പിന്, എന്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ സ്നേഹിക്കണം, അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നബിയെ മുഅ്മിനീങ്ങളോട് പറയണമെന്ന് ഖുർആനിൽ തന്നെ കൽപ്പിച്ചതാണ്. മാത്രമല്ല റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നു, ഇന്നി താരിക്കും ഫീകും ബിസ്സഖലൈൻ, 2 ഘനമുള്ള സാധനത്തിന് ഞാൻ നിങ്ങൾക്ക് വഹിച്ചിട്ടിട്ട് പോകുന്നു. ഏതാണത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കിതാബല്ലാഹി വ ഇത്റതി. ഇമാം ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനെയും എന്റെ അഹ്ലു ബൈത്തിനെയും മുഅ്മിനീങ്ങളെ ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്കി വെച്ച് പോവുകയാണ്. അത് രണ്ടിനെയും നിങ്ങൾ ബഹുമാനിക്കേണ്ട രൂപത്തിൽ ബഹുമാനിച്ചാൽ, അനുസരിക്കേണ്ട രൂപത്തിൽ അനുസരിച്ചാൽ നിങ്ങൾ വിജയിച്ചു എന്നല്ല എന്റെ അർത്ഥം. അല്ലാഹു ധാരാളം പിന്നാരുടെ പിന്നെ മേലിൽ സ്വലാത്ത് ചെല്ലാനും ബഹുമാനപ്പെട്ട തങ്ങന്മാരെ സ്നേഹിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖും ഭാഗ്യവും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സലാത്ത് കഴിഞ്ഞിട്ടാണ് ദുആ. സലാത്ത് തുടങ്ങുന്നത്.